സാർ 2 മണിക്ക് ശേഷം നിങ്ങൾ ഇയാളുടെ വീട്ടിലേക്ക് റൂൾ ഓഫ് സ്പേ നേരിട്ട് ചെല്ലുകയാണ്. പിന്നെ ഇപ്പോഴാണല്ലോ ചെന്നൈ ക്യൂരിയോസിറ്റിയാണ്. ഞങ്ങള് ഇങ്ങനെ അരിച്ചരിച്ച് നമ്മളെ കോമ്പിംഗ് എന്ന് പറയുമല്ലോ. നിങ്ങൾ നോക്കുക, കോമ്പിംഗ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതൊരു കോമ്പിംഗ് ആയിരുന്നു. ഞങ്ങൾ നോക്കുക, നേരെ ഇയാളുടെ ചെല്ലുന്ന ഒരാളല്ല 2 പേരല്ല, വലിയൊരു ടീമായിട്ട് ഞങ്ങൾ വളയുകയാണ്. കാരണം ഒരു കാരണവശാലും ഒരാൾ പെട്ടെന്ന് പോയാൽ ഓടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ നല്ലതുപോലെ പ്ലാൻഡായിരുന്നു, വെൽ പ്ലാൻഡായിരുന്നു. ഇന്ന് രാവിലെ അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം 4-4:30 മണിക്ക് DIG തന്നെ വീഡിയോ കോൺഫറൻസിൽ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം ഒരു ഡിസ്കഷൻ നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു പ്രൊഫഷണലിസം, പോലീസിന്റെ പ്രൊഫഷണലിസം. പിടിക്കാൻ പറ്റും. ബൈക്കിന്റെ നമ്പർ ഉണ്ടെങ്കിൽ, CCTV ഫുട്ടേജ് ആണെങ്കിൽ കിട്ടാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇത്രയും പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടും നമ്മൾ പിടിച്ചല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ പറയാൻ. കവർച്ച അതാണ് ഞാൻ പറഞ്ഞത്. കവർച്ച നടത്തിയത് കുറച്ച് പൈസ എടുത്താൽ പറയുന്നു, പക്ഷേ വലിയ ബണ്ടിൽസ് സേഫായിട്ട് വെച്ചു എന്നാണ് അതിൽ നിന്ന് കിട്ടുന്ന സൂചന. അതെവിടെയാണെന്നൊന്ന് എടുക്കാനുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് റിക്കവറി ഉണ്ടാവും. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100 കണക്കിന് നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ പട്ടണത്തിൽ, ഈ ചാലക്കുടി, പോട്ട, ഈ പരിസര പ്രദേശങ്ങളിൽ ഞങ്ങൾ ചെല്ലാത്ത മേഖലയില്ല. ഞങ്ങൾ ഞായറാഴ്ച വരെ എത്രയോ പേരെ വിളിച്ചുണർത്തി. ഞങ്ങൾ അവസാനം ഈ എൻഡോർക്ക് സ്കൂട്ടർ എന്ന് പറയുന്നത്, അതിനൊരു GPS സംവിധാനമുണ്ട്. ഇൻബിൽറ്റ് ഉണ്ടോ എന്നൊരു സംശയം വന്നിട്ട് ഞങ്ങളത് ഫോൺ പെയ്ഡ് ആണെന്ന് നോക്കി. അതുവരെ ഞങ്ങൾ പരിശോധിച്ചു. അതിൽ ഞങ്ങൾക്ക് ചില സൂചന കിട്ടി. അതൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ഈ സ്കൂട്ടറിന് ആഴ്ചകൾക്ക് മുമ്പേ അയാൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ആ ഡേറ്റ് ഫിക്സ് ചെയ്തത് 4 ദിവസം മുമ്പാണ്. ഇത്രയും അയാൾക്കറിയാം. വെള്ളിയാഴ്ചകൾ ഈ നേരെ ഓപ്പോസിറ്റ് പോട്ട പള്ളിയാണ്. ഈ പോട്ട പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ച, എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച, അവസാന വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്. അയാൾക്കറിയാം 2-ാം വെള്ളിയാഴ്ചയും 3-ാം വെള്ളിയാഴ്ചയും ഇല്ല. ഇത് കൃത്യം നോക്കിക്കോണം. 2-ാം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇയാൾ സെലക്ട് ചെയ്തത് ഇത് വേറൊരു വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ അവിടെ വലിയ ജനമാണ്. പിന്നെ അവിടെ കല്യാണം, എല്ലാ ദിവസവും കല്യാണവും ചടങ്ങും, മാമോദീസ, വിവിധ ഈ ആത്മീയ ചടങ്ങുകളുണ്ട്. അന്ന് ഒരു ചടങ്ങുമില്ല. വെള്ളിയാഴ്ചകളിലില്ല. വെള്ളിയാഴ്ചകളിലാകെ ഉള്ളത് 1-ാം വെള്ളിയാഴ്ചയും 4-ാം വെള്ളിയാഴ്ചയും മാത്രമാണ്. അതാണ് കറക്റ്റ് ഈ വെള്ളിയാഴ്ച സെലക്ട് ചെയ്യുന്നത്. ഇനി അയാൾ വേറൊരു ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് അയാൾക്കറിയാം 2 മുതൽ 2:30 വരെയാണ് ആ ബാങ്കിൻ്റെ. ഈ സമയത്ത് ആരും ഫ്രണ്ടിലില്ല. ക്യാഷ് കൗണ്ടർ കാര്യമായിരിക്കും. പൈസ ഇതുപോലെ വെച്ചേക്കും. അപ്പോൾ എന്തൊക്കെയാണോ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ലൂപ്പ് ഹോൾസ്, നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. കരിക്കത്തി അയാൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. കരിക്കത്തി അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ കണ്ടെടുക്കണം. അതും എവിടെയൊക്കെയോ ഉണ്ട്, ഞങ്ങൾക്ക് നോക്കാനുണ്ട്. എവിടെയോ വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ഞങ്ങളത് പരിശോധിക്കും. ഞാൻ ദേവി ഇതിന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ, ആ ഭാഗം ഞങ്ങൾ അന്വേഷിക്കണമല്ലോ. നിലവിൽ അയാൾ ചെയ്തു എന്ന് പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഞങ്ങളുടെ ടീം എല്ലാവരും ഇല്ല ഇവിടെ. കുറച്ച് പേര് ഇപ്പോഴും വേറെ ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. ഞങ്ങളുടെ ടീമിൽ 20, 25, 30, ഞങ്ങൾ ആദ്യം ടീം ഒരു 25 പേരുടെ ടീം ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ 7 പേരെയും കൂടെ, ഇന്നലെ 7 പേരെയും കൂടെ ചേർത്തു ടീമിനകത്ത്. കാരണം ഇത് പിടിച്ചേ പറ്റൂ. കാരണം പട്ടാപ്പകൽ ഒരു ബാങ്കിൽ, ധനകാര്യ സ്ഥാപനത്തിൽ കയറുക എന്ന് പറയുന്നത്, അത് നമുക്ക് കേരള ജനം അത് അംഗീകരിക്കത്തില്ല. കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. നമ്മളും അങ്ങനെയാണ്. നമ്മൾ 0 ടോളറൻസ് ആണ് കാര്യത്തിൽ. അങ്ങനെ വേണമല്ലോ, അങ്ങനെ ഒരു സന്ദേശം വരണം. അങ്ങനെ പ്രത്യേകിച്ചും അയാൾ കത്തി കാണിച്ച് കത്തിയുടെ മുഴുവൻ കിട്ടിയേ പറ്റൂ. നോ അതർ ഓപ്ഷൻ. ഇന്ന് നമ്മളും ഈ പറഞ്ഞ പോലെ പോലീസിനെ സഹായിക്കുന്ന നിലപാടാണ്. പേരാമ്പ്രയിൽ ഞങ്ങൾ വന്നിട്ടും കൊടുക്കേണ്ട നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഞങ്ങൾ നല്ലപോലെ, ഞങ്ങളുടെ പോലീസുകാർ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഹോളിഡേ ആയിരുന്നു. ഇന്നലെ രാത്രി വെളുപ്പിന് 2:30 വരെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഇന്നൊരു 1 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് വീണ്ടും ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ഇത് പിടിച്ചില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല. രാവിലെ പെട്ടെന്നുള്ള ഇൻഫർമേഷൻ ആയിരുന്നു പേരാമ്പ്രയിലേക്ക് വരുമെന്ന് പറഞ്ഞ പലരും ഈ ഉറക്കം പോലും മാറ്റി. തീർച്ചയായിട്ടും പ്രതിനെ പിടിക്കുന്നത് അല്ല, ഞങ്ങൾ കേട്ടില്ല. എന്താ പറയുക, ഇന്ന് രാത്രി സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. അപ്പം ഞങ്ങൾ വെൽ ഓഫീസർമാരും എല്ലാം ഉണ്ടല്ലോ, മേളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചേ പറ്റൂ എന്നുള്ളൊരു എല്ലാവരും ഞാനതാ പറഞ്ഞത്. ഇത് ഏറ്റവും മേളിൽ സംസ്ഥാന പോലീസ് മേധാവി മുതൽ താഴെ അറ്റം വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും, ഞങ്ങളുടെ മൊത്തം സിസ്റ്റം
പിന്നെ ഇതിനെ കണക്ട് ചെയ്തറിയാമല്ലോ, പോലീസ് മാത്രമല്ലല്ലോ, പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ സിസ്റ്റത്തിൻ്റെയും സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ നേരായ ട്രാക്കായിരുന്നു. നിങ്ങൾ എല്ലാവരും ആര് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് പിടിക്കും എന്ന് തന്നെയാണ്.